എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കുട്ടിക്കാനത്തേക്കാണ് പോകുന്നത്. കുട്ടിക്കാനത്തേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ സൂപ്പറായിരുന്നു. ഡ്രൈവ് ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ കുട്ടിക്കാനത്ത് ചെന്നിട്ടുള്ള കൂടുതൽ വിശേഷമായിട്ട് നമുക്ക് കാണാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോട്ടയം ക്ലബ്ബിലാണ് കേട്ടോ. കുട്ടിക്കാനത്തുള്ള കോട്ടയം ക്ലബ്ബിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളത് കാണിക്കാം. ഇത് ക്ലബിൻ്റെ അകത്തോട്ട് കയറുന്ന റോഡാണ്. ഇതങ്ങോട്ട് മുകളിലോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ അവിടെ എല്ലാ റൂംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ പെട്ടിയൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാത്റൂം അത്യാവശ്യം നല്ല ബാത്റൂമാണ്. പിന്നെ ഇവിടെ ഒരു നല്ല മിററുണ്ട്. ഇവിടെ ഒരു കബോർഡൊക്കെ ഉണ്ട്. നല്ല സ്പേസ് ഉണ്ട് സ്റ്റോറേജിനുള്ള. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ബെഡ്, ടേബിള്, പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക, ഇവിടെ അടിപൊളി ബാൽക്കണിയാണ്. നല്ല കോഫി. മുറ്റത്തെ മുല്ലത്തണലിൽ മൂവന്തി ചോക്കും നേരം മുന്നാഴി കനവുകൾ കാണും സുന്ദരിയേ. മുക്കുത്തി കമ്മലണിഞ്ഞ് പൊൻവളകൾ കയ്യിലണിഞ്ഞ് വന്നെത്തി പെൺകൊടി നീ എന്നോർമകളിൽ. ചേട്ടൻ്റെ പേരെന്നാ? സെൽവരാജ്. ആ, ഒരായി പറഞ്ഞു. ഇവിടെ വരുമോ ആട്? അവിടെയൊക്കെ കാണും. എപ്പോഴും ആ മരത്തിൻ്റെ ചുവട്ടിലേ കാണത്തുള്ളൂ. ആടെന്ന് പറഞ്ഞാൽ അത് കേഴയാട് ആടില്ലേ, സാധാ ആടില്ലേ? കാട്ടിലാട്. കാട്ടിലെ ആട്. മറ്റേ ആ പച്ചരച്ചയിലില്ലേ സാറേ, അത് ഒരു തേയിലൊന്നും ഇല്ലാതെ അവിടെ ഞാൻ കടുവയെ കണ്ടത്. കടുവയെ കണ്ടോ? കടുവ ഇതിൻ്റെ അടുത്ത് കാടുണ്ടോ? അത് എവിടെ നിന്നാണ് വനത്തിൽ നിന്ന് തപ്പി വന്നു ഇവിടെ പുറമെ വന്നു. ഇതാ ഇവിടെ നിന്നാ പന്നി വരുന്നു. ആ കാട്ടിനെ കിടന്ന് ഇങ്ങനെ ഈ കാണാൻ പോയി അങ്ങനെ വന്നു. അതിന് പുറകിൽ വന്നു. ഇപ്പോൾ 8 ഉണ്ട്. അല്ലാതെ ഒറ്റ പഴയ ഒരെണ്ണമുണ്ട്. 9 ഉണ്ട്. പന്നിയോ? ഓക്കെ. വേസ്റ്റ് ഇതിനായിട്ട് രാവിലെ വന്നാൽ കാണാം അല്ലേ? കാണാൻ പറ്റത്തില്ല. ഇതിനെ ആടൊക്കെ കാണാൻ. ആണ്ട പോന്നു. അതാണോ? അതെ കണ്ട. അതാണോ? അതന്നെ, അത് കണ്ട. സാർ ഇത്രയും പെട്ടെന്ന് കണ്ടല്ലോ. പിന്നെ നമ്മൾ പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. ഫാൽക്കൺ റോക്സ് എന്ന് പറയും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കോട്ടയത്തിന് പോവാണ്. കോട്ടയത്ത് പോയിട്ട് ഓണം അങ്ങോട്ട് പൊളിക്കാൻ പോവാണ്. ഇത് മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. മലരിക്കൽ എന്ന് പറയുന്നത് കോട്ടയത്തിനും കുമരകത്തിനും ഇടയ്ക്ക് കിടക്കുന്നൊരു സ്ഥലമാണ്. അവിടെ എല്ലാ വർഷവും ആമ്പലിൻ്റെ പാടമുണ്ടാവും. വളരെ മനോഹരമായിരിക്കും കാണാൻ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയത്. നമുക്ക് ഒരു പഞ്ച് മേടിക്കാറുണ്ട്.
അപ്പോൾ ചേട്ടൻ്റെ പേരിനാ കണ്ണൻ. അപ്പോൾ നമ്മുടെ കണ്ണൻ മലരിക്കലാണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത്. കണ്ണൻ ചേട്ടൻ പുഞ്ചപ്പാടം കൃഷി ചെയ്യുന്ന പാടമാണ് ഇത്. നമ്മൾ ഒരു നവംബർ ആയത്തോടു കൂടി നമ്മളിവിടെ നെല്ല് വിതയ്ക്കും. വിതച്ച് കഴിഞ്ഞ് നമ്മളൊരു മാർച്ച് പകുതിയോടുകൂടി നമ്മളിവിടുന്ന് വിളവെടുപ്പ് നടക്കും. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ അവിടെയൊക്കെ കാണുന്ന സ്ഥലങ്ങൾ കണ്ടോ, അത് നേരെ കോട്ടയം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡറാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ആ ടവർ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് വേമ്പനാട്ട് കായലിലേക്ക് പോകുന്നതാണ്. അവിടുന്ന് വെള്ളം നമ്മളിങ്ങോട്ട് കയറ്റും. ഓക്കെ. എന്നിട്ട് അത് കഴിയുമ്പോൾ ഒരു മാർച്ച് പകുതിയോടുകൂടി ഈ വിളവെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും വെള്ളം ഇങ്ങോട്ട് അത് തുറന്ന് വിട്ട് കയറ്റും. അത് കഴിയുമ്പോൾ ഒരു ജൂലൈ പകുതിയോടുകൂടി ഇത് മുഴുവൻ കിളുക്കും, ആമ്പലാവും. അന്നേരം ഇപ്പോൾ അതൊരു 3 മാസമാണ്, 2.5-3 മാസമാണ് നമുക്ക് ഈ ആമ്പൽപ്പാടം ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അടിപൊളി. ഓക്കെ. ഇതിലും കൂടുതൽ പൂക്കൾ ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ? ഇപ്പം എല്ലാം പറിച്ച് പോയത്. പൂക്കൾ ഉണ്ടായിരുന്ന ആദ്യം ആ ടവർ നിൽക്കുന്നുണ്ടോ, ആ ഭാഗത്തൊക്കെ ഒരു 350 ഏക്കറിലേക്ക് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നു. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിങ്ക് കുറവാണ്, വെള്ളയാണ് കൂടുതൽ ഇപ്പോൾ ഇത്തവണ. ഓ ഓക്കെ. എന്നാച്ചാൽ ആദ്യം ഒരു കായലിൽ നിന്ന് കയറിയപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇത് വന്നായിരുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായ ഇതെല്ലാം സീലെല്ലാം നശിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കിളുത്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.